രാജസ്ഥാൻ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ബി.ജെ.പി. സർവേ നേതാക്കൾക്കും അണികൾക്കുമിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ജാട്ട് വിഭാഗത്തിന്റെ എതിർപ്പും സ്വന്തം മകൻ ദുഷ്യന്ത് സിംഗ് മത്സരിക്കുന്ന ജാൽവാർ ബാരൻ മണ്ഡലം വിട്ട് വസുന്ധര രാജെ സിന്ധ്യ പുറത്ത് പ്രചാരണത്തിന് പോകാതിരിക്കുന്നതും ബി.ജെ.പിക്ക് തിരിച്ചടിയാണ്. ചെറുകക്ഷികൾ ഒപ്പം നിൽക്കുന്നതാണ് കോൺഗ്രസിന് കരുത്തു പകർന്നത്. രാജസ്ഥാനിലെ പ്രധാനമായുള്ള ചിത്രം അറിയേണ്ടതുണ്ട്. മുഹമ്മദ് നൌഫൽ അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. നൌഫൽ, ആഭ്യന്തര സർവേ പുറത്തുവരുമ്പോൾ രാജസ്ഥാൻ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ബി.ജെ.പി. ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വസുന്ധര രാജെ സിന്ധ്യയെ ഒപ്പം നിർത്തുക എന്നുള്ള വലിയ പണിപ്പെട്ടുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ബി.ജെ.പിക്ക് വെല്ലുവിളിയാകുന്നത്? അമൃത, വസുന്ധര രാജെ മാത്രമല്ല ബി.ജെ.പിയിലെ നിലവിൽ നേരിടുന്ന പ്രശ്നം. പ്രധാനമായും 5-6 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ചുരു, ബാർമർ, നാഗോർ, ദൗസ, ടോങ്, കരൗളി മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു ഭീതി ബി.ജെ.പിയുടെ ഭാഗത്തുണ്ട്. അതിൽ ചില മണ്ഡലങ്ങളിലൂടെയെങ്കിലും സഞ്ചരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. അവിടങ്ങളിലൊക്കെ ആളുകളുമായി സംസാരിച്ചിരുന്നു, കഴിയാവുന്നത്ര നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ചില കാര്യങ്ങൾ മനസ്സിലായത് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ചുരു മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചുരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത് രാഹുൽ കാസ്വാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. രാഹുൽ കാസ്വാൻ ആരെന്ന് പറഞ്ഞാൽ നിലവിലെ അവിടുത്തെ ബി.ജെ.പിയുടെ MP ആണ്. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയും അങ്ങനെ കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കുകയും ചെയ്യുകയാണ്. ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് എന്നാണ് ബി.ജെ.പി. കരുതുന്നത്. കാരണം കഴിഞ്ഞ തവണ അവിടെ 8 ലക്ഷത്തോളം വോട്ടുകളാണ് അദ്ദേഹം പിടിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ ജനസ്വാധീനമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ ബി.ജെ.പിയിൽ നിന്ന് ഈ സീറ്റ് തട്ടിയെടുക്കുമോ എന്നുള്ള ആശങ്ക ബി.ജെ.പിക്ക് ഉണ്ട്. പകരം അവിടെ ദേവേന്ദ്ര ജജാരിയ എന്ന് പറയുന്ന പുതുമുഖത്തെയാണ് ബി.ജെ.പി. മത്സരത്തിന് നിയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്ന് നാഗോർ മണ്ഡലമാണ്. നാഗോർ മണ്ഡലത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഹനുമാൻ ബെനിവാളാണ്. ഈ ഹനുമാൻ ബെനിവാൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹവും നിലവിൽ അവിടെ MP ആണ്. ഈ RLP എന്ന് പറയുന്നത് NDA മുന്നണിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ഇത്തവണ അവർ ഇന്ത്യ മുന്നണിയിലേക്ക് മാറി. അവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ബെനിവാൾ മത്സരിക്കുന്നത്. അവിടെയും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണ് കോൺഗ്രസിൻ്റെ MP ആയിരുന്ന ജ്യോതി മിർദയെയാണ് അവിടെ ഇപ്പോൾ ബി.ജെ.പി. മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ഇവർ. അവരെ മത്സരിപ്പിച്ചുകൊണ്ട് ഈ ബെനിവാൾ മൂലമുണ്ടാകുന്ന തിരിച്ചടിയെ മറികടക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. മറ്റൊരു മണ്ഡലം ബാർമറാണ്. ബാർമർ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉമേഡ രാം ബെനിവാളും ബി.ജെ.പിയുടെ കൈലാഷ് ചൗധരിയും ആണ് പ്രധാനമായും മത്സരിക്കുന്നത്. കൈലാഷ് ചൗധരിയാണ് നിലവിൽ അവിടെ MP. പക്ഷേ കൈലാഷ് ചൗധരിക്ക് തിരിച്ചടി വരാൻ ഒരു സാധ്യത എന്ന് പറയുന്നത് അവിടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രവീന്ദ്ര സിംഗ് ഭാട്ടിയയാണ് അവിടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഈ രവീന്ദ്ര സിംഗ് ഭാട്ടിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഷിയോ മണ്ഡലത്തിൽ MLA കൂടിയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ജയിക്കുകയും MLA ആവുകയും ചെയ്ത ആളാണ് ഈ രവീന്ദ്ര സിംഗ് ഭാട്ടിയ. രവീന്ദ്ര സിംഗ് ഭാട്ടിയയ്ക്ക് വലിയ പിന്തുണ അവിടെയുണ്ട്. രജപുത്ര സമുദായത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. ആ രീതിയിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ വോട്ട് വിഘടിച്ചു പോവുകയും അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കാരണമാകുകയും എന്നാണ് ബി.ജെ.പി. ഭയക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും ഓരോ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് എതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ബി.ജെ.പി. ഓരോ മണ്ഡലവും എടുത്ത് പരിശോധിക്കുമ്പോഴാണ് അവർക്ക് ഭീതി വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3-4 മണ്ഡലത്തിൽ പരാജയത്തിനുള്ള സാധ്യത ഈ ഭാഗത്ത്, വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് രാജസ്ഥാനിൽ ബി.ജെ.പിക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതെ, പരാജയ ഭീതി ബി.ജെ.പി. ഒളിക്കുന്നില്ല. അതുതന്നെയാണ് ആഭ്യന്തര സർവേയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് നൌഫൽ പങ്കുവച്ചത്.